ഇന്ന് നമുക്ക് കാരമൽ സേമിയ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ സേമിയ പായസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാരമലൈസ് ചെയ്തിട്ടാണ് ഈ പായസം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ നമുക്കതിന് വേണ്ടി ആദ്യം ഒരു പാൻ വെച്ച് പാനിന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടി ചേർക്കുക. അത് നിങ്ങൾ ഇഷ്ടാനുസരണം എടുത്താൽ മതി. ഇതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പാനിൽ നിന്ന് മാറ്റി പായസം റെഡി ആയതിനു ശേഷം മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ സേമിയയും കൂടി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഏതായാലും പാനിൽ നിന്ന് മാറ്റുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പാനിൽ നിന്ന് മാറ്റിയാൽ മതി. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഈ സേമിയ കൂടി നമുക്ക് ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കളറൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. പിന്നെ സേമിയ ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ഒന്ന് പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാര ഒരു ലോ ഫ്ലെയിമിലിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. കുറച്ച് വലിയ പാൻ തന്നെ എടുക്കണം. കാരണം നമ്മളിത് കാരമലൈസ് ചെയ്ത് ഇതിൽ തന്നെയാണ് പാലൊഴിക്കുന്നത്. അപ്പോൾ പാലൊന്ന് പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് വലിയ പാൻ എടുക്കാൻ പറയുന്നത്. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇങ്ങനെ കാരമലൈസ് ചെയ്തെടുക്കുക. അതിൽ കൂടുതൽ സമയം വെക്കരുത്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കാം. ഞാനിവിടെ 5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് സേമിയക്ക് 5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പാലൊഴിക്കുമ്പോൾ കുറച്ചായിട്ട് ശ്രദ്ധിച്ച് ഒഴിക്കണം. അപ്പോൾ ഈ പാൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു കാരമല് ഇതുപോലെ കട്ട പിടിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് പ്രശ്നമില്ല. ഈ പാല് ചൂടായി വരുമ്പോഴത്തേക്കും അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സായി വരുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കുക. അല്ലെങ്കിൽ ആ ഒരു സേമിയ കട്ട പിടിക്കും. അതുകൊണ്ട് സേമിയ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. നമ്മൾ എന്ത് ചേർത്തതിന് ശേഷവും നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു നുള്ളു ഉപ്പ്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം.
ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി പായസം നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെന്ത് വരുന്ന ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ മധുരം നോക്കിയിട്ട് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. ഞാൻ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരാളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്കിത് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് കുറച്ചുകൂടി പാല് ചേർത്താൽ മതി. അപ്പം നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ കാരമലൈസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.